ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഷീറ്റ് മെറ്റൽ ടൂൾസിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഷീറ്റ് മെറ്റൽ ടൂൾസിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് വിങ് കോമ്പസിനെ കുറിച്ചാണ്. വിങ് കോമ്പസ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിങ് സർക്കിൾസ്, ആർക്സ് ആൻഡ് ഫോർ ട്രാൻസ്ഫോമിങ് സ്റ്റെപ്പിംഗ് ഡിസ്റ്റൻസസ്. വിങ് കോമ്പസ് എന്ന് പറഞ്ഞത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഷീറ്റ് മെറ്റൽ വർക്കിന് ഉപയോഗിക്കുന്നത് അത് സർക്കിൾ വരയ്ക്കാനും അതുപോലെ ഏതെങ്കിലും അളവുകൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈഡറിൻ്റെ സാമ്യമുള്ളത് തന്നെയാണ്. പക്ഷേ അഡീഷണലായിട്ട് ഒരു വിങ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും അത് ഇളകാതിരിക്കാനായിട്ട് ഒരു വിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് വിങ് കോമ്പസ് എന്നാണ് ഇതിൻ്റെ പേര്. Compasses are available with firm joint, wing, spring joint and beam compass or trammel. കോമ്പസ് പ്രധാനമായിട്ട് 4 തരത്തിലാണുള്ളത്: ഫേം ജോയിൻറ്റ്, വിങ് ജോയിൻറ്റ്, സ്പ്രിങ് ജോയിൻറ്റ്, ബീം കോമ്പസ് ഓർ ട്രാമൽ. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഓരോ ടൈപ്പും. അതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഫേം ജോയിൻ്റ് ആണ്. പിന്നെ കാണിച്ചിരിക്കുന്നത് വിങ് ജോയിൻ്റ് ആണ്. മൂന്നാമത്തെ താഴെ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് സ്പ്രിങ് ജോയിൻ്റ് ആണ്. ലാസ്റ്റ് താഴെ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ട്രാമലാണ്. ദി മെഷർമെൻറ്റ്സ് ആർ സെറ്റ് ഓൺ ദ വിങ് കോമ്പസ് വിത്ത് സ്റ്റീൽ റൂൾ. ഇതിൽ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റീൽ റൂൾ വെച്ചിട്ടാണ് അളവ് മാർക്ക് ചെയ്യുന്നത്. ദി സൈസ് ഓഫ് വിങ് കോമ്പസ് റേഞ്ച് ഫ്രം 50 mm to 200 mm. ഒരു വിങ് കോമ്പസിൻ്റെ സൈസ് 50 mm മുതൽ 200 mm വരെ സൈസ് ഉപയോഗിക്കുന്നുണ്ട്. The distance from the point to the center of the rivet is the size of the wing compass. അതിൻ്റെ പോയിൻ്റിൻ്റെ അറ്റം മുതൽ അതിൻ്റെ റിവറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള നീളമാണ് ഒരു വിങ് കോമ്പസിൻ്റെ സൈസായിട്ട് പറയുന്നത്. ഫോർ ദി കറക്റ്റ് ലൊക്കേഷൻ ആൻഡ് സീറ്റിംഗ് ഓഫ് ദ വിങ് കോമ്പസ് ലെഗ്സ് 60° ഡോട്ട് പഞ്ച് മാർക്ക് ഇസ് ഇൻറ്റൻറ്റഡ്. നമ്മൾ ഈ ഒരു വിങ് കോമ്പസിൻ്റെ പോയിൻ്റ് ശരിയായിട്ട് ഷീറ്റ് നിർത്താൻ വേണ്ടി ആദ്യം ഒരു 60° ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഒരു കുത്തിടും. അതിൻ്റെ മുകളിലാണ് നമ്മൾ വിങ് കോമ്പസിൽ ഇളകാതെ ഉറപ്പിച്ച് നിർത്തുന്നത്. പാർട്സ് ഓഫ് വിങ് കോമ്പസ് ചിത്രം നോക്കിയാൽ ഇതിൻ്റെ ഭാഗങ്ങൾ അറിയാൻ പറ്റും. റിവറ്റ്, വാഷർ, പോയിൻറ്റ്സ്, ലോക്കി സ്ക്രൂ, സ്ലോട്ടഡ് വിങ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഭാഗങ്ങൾ. 2 legs are compass should always equal in length. 2 ലെഗ്സ് ഒരേ ലെങ്ത് ആയിരിക്കും. കോമ്പസസ് ആർ സ്പെസിഫൈഡ് ബൈ ദ ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആൻഡ് ലെങ്ത്. കോമ്പസസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഏത് ടൈപ്പ് ജോയിൻ്റ് ആണ്, അതുപോലെ അതിന് നീളം എത്രയാണ്, ഇങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. വെൻ യൂസിങ് സ്പ്രിങ് ടൈപ്പ് കോമ്പസ് മെഷർമെൻറ്റ് വൺസ് ടേക്കൺ വിൽ നോട്ട് വാരി ബൈ മാർക്കിംഗ്. സ്പ്രിങ് ടൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അടുത്തത് വേറൊരു ഉപകരണമാണ് ട്രാമൽ. ഏകദേശം വിങ് കോമ്പസ് ആയിട്ട് സാമ്യമുള്ള ഉപകരണമാണ്. ഇതിനെ യൂസ് ചെയ്യുമ്പോൾ എന്നാൽ വലിയ സർക്കിളൊക്കെ വരയ്ക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ദ വിങ് കോമ്പസ് ഓർ ട്രാമൽ ഈസ് യൂസ്ഡ് ടു സ്ക്രൈബ് സർക്കിൾസ് ഓർ ആർക്ക് വിത്ത് എ ലാർജ് ഡയമീറ്റർ വിച്ച് കനോട്ട് ബി സ്ക്രൈബ്ഡ് ബൈ വിങ് കോമ്പസ്. വിങ് കോമ്പസിനോട് വരയ്ക്കാൻ കഴിയാത്ത വലിയ സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ട്രാമൽ ഉപയോഗിക്കുന്നത്. ട്രാമൽ സെറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് ലൈൻസ് അറ്റ് 90° ടു ഈച്ച് അതർ ആൻഡ് ആൾസോ ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് അക്യുറേറ്റ്ലി. ഇത് 90° ആംഗിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും, അതുപോലെ വളരെ കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്കിത് വരയ്ക്കാൻ പറ്റും. ഇറ്റ് ഈസ് യൂഷ്വൽ പ്രാക്ടീസ് ഫോർ ദ ക്രാഫ്റ്റ്സ്മെൻസ് യൂസ് പെയർ ഓഫ് ട്രാമൽ ഹെഡ്സ് ഓർ ട്രാംസ് ആൻഡ് കൺവീനിയൻറ്റ് ബീം സച്ച് ആസ് ലെങ്ത് ഓഫ് വുഡൻ പാറ്റേൺ. നമുക്ക് വുഡൻ പാറ്റേൺ വെച്ചിട്ടൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ ഇത് ഉപയോഗിച്ച് സാധിക്കും. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ട്രാമൽ ഫോർ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അക്യുറേറ്റ് മാർക്കിംഗ് ഷോൺ ഇൻ ഫിഗർ. നമുക്ക് കറക്റ്റായിട്ട് അക്യുറേറ്റായിട്ട് ചെറിയ വരെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തൊരു ഫൈൻ അഡ്ജസ്റ്റ് സ്ക്രൂ ഉണ്ട്. ചിത്രത്തിൻ്റെ വലതുവശത്ത് കാണാൻ പറ്റും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ അളവ് വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അടുത്തത് സേഫ്റ്റി പ്രിക്കോഷൻസ്. ഒരു വിങ് കോമ്പസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ദി കോമ്പസ് പോയിന്റ് ഷുഡ് ബി കെപ്റ്റ് ഷാർപ്പ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഫൈൻ ലൈൻസ്. എപ്പോഴും കോമ്പസിൻ്റെ പോയിന്റ് നല്ല മൂർച്ച കൂട്ടി വെക്കണം. ഫ്രീക്വൻറ്റ് ഷാർപ്പനിങ് വിത്ത് ദി ഓയിൽ സ്റ്റോൺ ഓർ ബെറ്റർ ദാൻ ഷാർപ്പനിങ് ഗ്രൈൻഡിങ്.
എപ്പോഴും ഗ്രൈൻഡ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് നമ്മൾ ഓയിൽ സ്റ്റോൺ, ചെറിയ കല്ലാണുള്ളത്, ഒരു അബ്രസീവ് ഗ്രെയിൻസിൻ്റെ കല്ലാണ് ഓയിൽ സ്റ്റോൺ, അതുപയോഗിച്ച് ഷാർപ്പൻ ചെയ്യാതിരിക്കും നന്നാവുക. ഷാർപ്പനിങ് ബൈ ഗ്രൈൻഡിങ് വിൽ നോട്ട് ദ പോയിൻ്റ് സോഫ്റ്റ്. ഷാർപ്പൻ ചെയ്യുമ്പോൾ പോയിൻ്റൊക്കെ പെട്ടെന്ന് സോഫ്റ്റായിട്ട് മാറും, ഹാർഡ്നെസ് നഷ്ടപ്പെടും. അടുത്തത് സ്നിപ്സാണ്. സ്നിപ്സ് നമ്മൾ സാധാ പേപ്പർ മുറിക്കാനും തുണി മുറിക്കാനും ഉപയോഗിക്കുന്ന കത്രികയെ പോലെ തന്നെ ഷീറ്റ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്രികയ്ക്കാണ് നമ്മൾ സ്നിപ്സ് എന്ന് പറയാം. പ്രവർത്തനമൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ്. സ്റ്റിപ്പ് ഈസ് ആൾസോ യൂസ്ഡ് ഈസ് എ ഹാൻഡ് ഷിയർ. ഒരു ഹാൻഡ് ഷിയർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ലൈക്ക് എ പെയർ ഓഫ് സിസേഴ്സ് ടു കട്ട് തിൻ സോഫ്റ്റ് മെറ്റൽ ഷീറ്റ്സ്. ഇതിനൊരു പെയർ ഓഫ് സിസേഴ്സ് കത്രിക പോലെ ഉപയോഗിക്കുന്നു. സോഫ്റ്റ് മെറ്റൽ ഷീറ്റ്സ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റിപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു 20 SWG. 20 SWG പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ്. 20 SWG വരെയുള്ള ഷീറ്റ് കട്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. യൂസ് ഓഫ് സ്റ്റിപ്സ്. നമ്മുടെ സ്റ്റിപ്സിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ബ്ലേഡ്, സ്റ്റോപ്പർ, ഫേസ് ഓർ ബ്ലേഡ്, പിവട്ട്, ഓവറോൾ ലെങ്ത്ത്, ഇതൊക്കെയാണ് ഭാഗങ്ങൾ. ഇതിൻ്റെ ഉപയോഗങ്ങളെ പറ്റി പറയാം. ദ സ്ട്രെയിറ്റ് സ്റ്റിപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അലോങ് ദ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഔട്ടർ സൈഡ് ഓഫ് ദ കർവ്. നമുക്ക് രണ്ട് തരത്തിലുള്ള സ്റ്റിപ്സാണുള്ളത്, സ്ട്രെയിറ്റ് സ്റ്റിപ്പും ബെൻഡ് സ്റ്റിപ്പും. സ്ട്രെയിറ്റ് സ്റ്റിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ ഉപയോഗിക്കും. അതേമാതിരി ഔട്ട്സൈഡ് കർവൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. വൈൽ കട്ടിങ് എ ഷീറ്റ് മെറ്റൽ, blades are pressed against the sheet which caused shearing tension from the both sides are shown and cutting action take place. അപ്പോൾ ഇത് സാധാരണഗതിയിൽ രണ്ട് ബ്ലേഡ് ഒരുമിച്ച് പ്രസ്സാകുമ്പോൾ അതിനിടയിൽ ഷീറ്റ് കുടുങ്ങിയിട്ട് അത് കട്ടാവുകയാണ് ചെയ്യുന്നത്. കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ബ്ലേഡ് ആൻഡ് ക്ലിയറൻസ്. സാധാരണഗതിയിൽ ഈ കട്ടിംഗ് എഡ്ജിൻ്റെ ഇടയ്ക്കുള്ള ക്ലിയറൻസ് വളരെ കുറവായിരിക്കും. ക്ലിയറൻസ് ബിറ്റ്വീൻ ബ്ലേഡ്സ് ഷുഡ് ബി ഫ്രീ ബട്ട് വിത്തൗട്ട് ഗ്യാപ്പ്. ഈ രണ്ട് ബ്ലേഡിൻ്റെ ഇടയ്ക്ക് തീരെ ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. ഫോർ സ്ട്രെയിറ്റ് സ്റ്റിപ്സ് കട്ടിങ് ആംഗിൾ 87 ഡിഗ്രി. അതുകൊണ്ട് ഏകദേശം സ്ക്വയർ തന്നെയാണ് ഇതിൻ്റെ കട്ടിംഗ് പോയിൻറ്റ്. 87 ഡിഗ്രിയാണ് ഇതിൻ്റെ കട്ടിംഗ് പോയിൻറ്റ് ഉണ്ടായിരിക്കുക. അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റിപ്സ്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള സ്റ്റിപ്സാണത്, സ്ട്രെയിറ്റ് സ്റ്റിപ്പ്, ബെൻഡ് സ്റ്റിപ്പ്. സ്പെസിഫിക്കേഷൻ. സ്റ്റിപ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദ ഓവറോൾ ലെങ്ത് ആൻഡ് ഷേപ്പ് ഓഫ് ബ്ലേഡ്. ഈ സ്റ്റിപ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മൊത്തം നീളം, അതേമാതിരി അതിൻ്റെ ബ്ലേഡിൻ്റെ ഷേപ്പ്, അത് സ്ട്രെയിറ്റ് ആണോ ബെൻഡാണോ എന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സ്റ്റിപ്സ് ആർ അവൈലബിൾ ഇൻ 150 mm, 200 mm, 300 mm, 400 mm ഓവറോൾ ലെങ്ത്ത്. ഇതിന് പല തരത്തിലുള്ള നീളത്തിലുള്ള സ്റ്റിപ്സ് അവൈലബിൾ ആണ്. 150, 200, 300, 400 ഒക്കെ അവൈലബിൾ ആണ്. എക്സാമ്പിൾ 200 mm സ്ട്രെയിറ്റ് സ്റ്റിപ്പ് ഒരു എക്സാമ്പിളാണ്. 200 mm സ്ട്രെയിറ്റ് സ്റ്റിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം വാങ്ങാൻ പറ്റും. സേഫ്റ്റി. അവോയ്ഡ് കട്ടിങ് വയേഴ്സ് ആൻഡ് നെയിൽസ്. സാധാരണ ഇത് നമ്മൾ ആണിയൊക്കെ കട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക, അതിൻ്റെ എഡ്ജ് കേടുവരാൻ സാധ്യതയുണ്ട്. അടുത്ത ബെൻഡ് സ്റ്റിപ്പാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിപ്പ് പറഞ്ഞു, അടുത്ത പറയുന്നത് ബെൻഡ് സ്റ്റിപ്പാണ്. നമ്മൾ വളഞ്ഞ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കർവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ റൗണ്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബെൻഡ് സ്റ്റിപ്സ്. ദി ബെൻഡ് സ്റ്റിപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ദ ഇൻസൈഡ് കർവ് ലൈൻസ് ആൻഡ് ട്രിമ്മിങ് കർവ്ഡ് എഡ്ജസ്. ചില കർവ്ഡ് എഡ്ജസ് കട്ട് ചെയ്യാനും അതേപോലെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാനൊക്കെ നമുക്ക് ബെൻഡ് സ്റ്റിപ്സ് ഉപയോഗിക്കാം. ഇനി ബെൻഡ് സ്റ്റിപ്പിൻ്റെ ഭാഗങ്ങൾ പരിചയപ്പെടാം. സ്റ്റോപ്പർ, ബ്ലേഡ്, റിവറ്റ്, ഹാൻഡിൽ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. ബെൻഡ് സ്റ്റിപ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദർ ഓവറോൾ ലെങ്ത്. നീളത്തിലാണ് ഇത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് 150 mm, 200 mm, 300 mm, 400 mm നീളത്തിൽ ലഭ്യമാണ്. ഇനി അടുത്തത് ഷീറ്റ് മെറ്റൽ മാലറ്റ്സ് ആൻഡ് ഹാമേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണ് മാലറ്റും ആൻഡ് ഹാമറും നമ്മൾ വ്യത്യാസം പഠിച്ചു വെക്കുക. നമുക്ക് ഷീറ്റ് മെറ്റലിന് ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും മരം കൊണ്ടുണ്ടാക്കിയ ഹാമറിനാണ് നമ്മൾ മാലറ്റ് എന്ന പേര് അറിയപ്പെടുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഇരുമ്പിൻ്റെ ഹാമർ ഷീറ്റ് മെറ്റലിൽ സാധാരണ ഉപയോഗിക്കാറില്ല, അധികം മരം കൊണ്ടുണ്ടാക്കിയ ഹാമറാണ് ഉപയോഗിക്കുന്നത്. ഇതിനാണ് നമ്മൾ മാലറ്റ് സാധാരണ വിളിക്കാറ്. മാലറ്റ് ഈസ് എ ഷേപ്പിംഗ് ടൂൾ യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് വർക്ക് ലൈക്ക് ഫ്ലാറ്റനിങ്, ബെൻഡിങ്, ഫോമിങ് റിക്വേർഡ് ഷേപ്പ് ഓഫ് ഷീറ്റ് മെറ്റൽ. ഷീറ്റ് മെറ്റൽ ആവശ്യമുള്ള ഷേപ്പാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രൈക്കിംഗ് ടൂളാണ് മാലറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ്. ഒരു ഹാർഡ് വുഡ് കൊണ്ട്, മരം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെൻ യൂസിങ് ആനി മെറ്റൽ ഹാമർ ഫോർ ഫ്ലാറ്റനിങ് ദ ഷീറ്റ് മെറ്റൽ, ദ ഫേസസ് ഓഫ് ഹാമർ മേ ഡാമേജ് ആൻഡ് ലീവ് ഇംപ്രഷൻ ഓൺ ദ ഷീറ്റ് മോർ ദാൻ റിക്വയർഡ് ഫോർ ദ ജോബ്.
അപ്പോൾ നമുക്ക് സാധാരണ ഇരുമ്പുണ്ടാക്കി ഹാമർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപയോഗിച്ച് അടിക്കുമ്പോൾ ഷീറ്റ് മെറ്റലിൻ്റെ മുകളിൽ പാടുകൾ വീഴുകയും അതിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ടു അവോയ്ഡ് സച്ച് ഡാമേജ് ആൻഡ് ഇംപ്രഷൻ ബാലൻസ് യൂസ്. അതുപോലെ അതിൻ്റെ ഷീറ്റ് മെറ്റലിൻ്റെ ഡാമേജും അല്ലെങ്കിൽ അതിനുള്ള മാർക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ് മെറ്റൽ സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് മാലറ്റ്സ്. പ്രധാനമായിട്ട് മാലറ്റ് പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പുകൾ നോക്കാം. ഓർഡിനറി മാലറ്റ്, ബോസിങ് മാലറ്റ്, എൻഡ് ഫേക്കഡ് മാലറ്റ്, റോ ഹൈഡ് മാലറ്റ്. ഇടതുവശത്ത് ചിത്രത്തിൽ നോക്കിയാൽ ഓരോന്നും വേറെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഓർഡിനറി മാലറ്റ്, ബോസിങ് മാലറ്റ്, എൻഡ് ഫേക്കഡ്, റോ ഹൈഡ്. അത് ഓരോന്നും പ്രത്യേകമായി ഉപയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓർഡിനറി മാലറ്റ്. ബോത്ത് ദ ഫേസസ് ഓഫ് മാലറ്റ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് എ ലിറ്റിൽ കോൺവെക്സിറ്റി. രണ്ടറ്റത്തും ചെറിയൊരു കോൺവെക്സിറ്റി ഉണ്ടായിരിക്കും. കാരണം അതിന് കറക്റ്റ് കോർണർ ഉണ്ടാവില്ല. ആ കോർണർ ചെറിയതായിട്ട് കർവ് ചെയ്തിരിക്കും. ഇഫ് ദ ഫേസ് ഈസ് നോട്ട് കോൺവെക്സ് ഷേപ്പ് ദ എഡ്ജസ് ഓഫ് ദ മാലറ്റ് ഫേസ് വിൽ ഫ്രോസൺ ബൈ ബീറ്റിംഗ് ലോ. അപ്പോൾ അതിൻ്റെ കോൺവെക്സ് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് കൊണ്ട് അടിക്കുമ്പോൾ സൈഡിലൊക്കെ പാട് വരാൻ സാധ്യതയുണ്ട്. അടുത്ത സ്പെസിഫിക്കേഷൻ ഓഫ് മാലറ്റ്. മാലറ്റ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദ ഡയ ഓഫ് ഷേപ്പ് ഓഫ് ദ ഫേസ്. അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ച് ആണ് മാറ്റം വന്നിരിക്കും. മാലറ്റ്സ് ആർ അവൈലബിൾ ഇൻ 50 mm, 75 mm ആൻഡ് 100 mm ഡയ. ഇത് സാധാരണഗതിയിൽ 50 mm, 75 mm ആൻഡ് 100 mm എന്നീ ഡയകളിൽ ഇത് ലഭ്യമാണ്. അവോയ്ഡ് യൂസിങ് ഓഫ് മാലറ്റ് ആസ് ഹാമർ ഫോർ ഡൂയിങ് ചിപ്പിംഗ് ആൻഡ് ഡ്രൈവ് നെയിൽസ് ആൻഡ് വർക്ക് ഓഫ് ഷാർപ്പ് കോർണേഴ്സ്. അപ്പോൾ അത് നമ്മൾ ഹാമർ അടിക്കലും നമ്മൾ ആണിയടിക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഇഫ് സോ ദ ഫേസ് വിൽ ഗെറ്റ് ഡാമേജ്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫേസൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാലറ്റിനെ കുറിച്ചായിരുന്നു. ഇനി അടുത്ത പറയാൻ പോകുന്നത് ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ്. നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ പഠിച്ച ഹാമേഴ്സ് പ്രധാനമായിട്ട് ബാൾ പീൻ ഹാമർ, ക്രോസ് പീൻ ഹാമർ, സ്ട്രെയിറ്റ് പീൻ ഹാമറൊക്കെ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഷീറ്റ് മെറ്റലിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഹാമറിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻ പ്രീവിയസ് ലെസൺസ് യു ലേൺഡ് അബൌട്ട് ദി എഞ്ചിനീയറിംഗ് ഹാമേഴ്സ് സച്ച് ആസ് ബാൾ പീൻ ഹാമർ, ക്രോസ് പീൻ ഹാമർ, സ്ട്രെയിറ്റ് പീൻ ഹാമർ. ഓക്കെ. അപ്പാർട്ട് ഫ്രം ദീസ് there are special type of hammers used in sheet metal trade which are called sheet metal hammers. അപ്പോൾ ഷീറ്റ് മെറ്റൽ ട്രേഡിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യേക രൂപത്തിലുള്ള ഹാമേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് എന്ന് വിളിക്കാറ്. ഇനി ഏതൊക്കെയാണ് ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് എന്ന് നോക്കാം. ദേ ആർ സെറ്റിംഗ് ഹാമർ, റിവറ്റിംഗ് ഹാമർ, ക്രീസിംഗ് ഹാമർ, സ്ട്രെച്ചിങ് ഹാമർ, ഹോളോയിങ് ഹാമർ, ബുള്ളറ്റ് ഹാമർ, പ്ലേനിഷിംഗ് ഹാമർ, പീനിങ് ഹാമർ. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 8 തരത്തിലുള്ള ഹാമേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പലതരത്തിലുള്ള ഹാമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്ന് എന്താണെന്ന് നമുക്കൊന്ന് പറയാം. ഒന്ന് സെറ്റിംഗ് ഹാമർ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ സെറ്റിംഗ് ഹാമർ എന്താണ് ഉപയോഗം എന്നുള്ളതിൻ്റെ അടുത്ത വശത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ചെറിയ വിജാഗരി പോലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ഇറ്റ്സ് ഫേസ് ഈസ് ഐദർ റൗണ്ട് ഓർ സ്ക്വയർ ഇൻ ഷേപ്പ്. അതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും. ദ പീൻ ഈസ് ടാപ്പേഡ് ഫ്രം ദ ഐ ഹോൾ ആൻഡ് ദി അതർ സൈഡ് ഈസ് സ്ട്രെയിറ്റ് വിത്ത് ദി ഹാൻഡിൽ. അതിൻ്റെ ഐഹോൾ എന്ന് പറഞ്ഞാൽ ഐഹോളിൽ നിന്ന് ടേപ്പേഡായിട്ട് വന്നിരിക്കും. അതേപോലെ ഒരു സൈഡ് ഹാൻഡിൽ കറക്റ്റായിട്ട് ലെവലും ആയിരിക്കും. ഒരു ഭാഗം ചെരിഞ്ഞിട്ടും ഒരു ഭാഗം ലെവലാണ്. ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ദ ടിപ്പ് ഓഫ് ദ പീൻ ഈസ് റെക്ടാങ്കുലർ ഷേപ്പ്. അതിൻ്റെ പീൻ്റെ ടിപ്പ് ചതുരത്തിലുള്ളതായിരിക്കും. ആൻഡ് എ സ്ലൈറ്റ് കോൺവെക്സിൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെറ്റ് ദ സീംസ്, ഫ്ലെയറിംഗ് ദ എഡ്ജ് ഓഫ് ദ സിലിണ്ടറിക്കൽ ജോബ്സ് ആൻഡ് സെറ്റ് ദി ലോങ് ചാനൽ ആൾസോ. ഇത് നമുക്ക് സീമുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും സിലിണ്ടറിക്കൽ ജോബിൽ വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇറ്റ്സ് ഫേസ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ്. ഇത് സാധാരണ ഇതിൻ്റെ ഫേസ് സാധാ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി റിവറ്റിംഗ് ഹാമർ. റിവറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഹാമേഴ്സാണ് റിവറ്റിംഗ് ഹാമർ. റിവറ്റിംഗ് ഹാമർ ഈസ് എ ഫേസ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ് ആൻഡ് ഫേസ് ഈസ് സ്ലൈറ്റ്ലി കോൺവെക്സ്. അതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ റൗണ്ടായിരിക്കും, ചെറിയൊരു കോൺവെക്സിറ്റി അതിനുണ്ടായിരിക്കും. ദി പീൻ ഈസ് ലോങ് ടാപ്പേഡ്. അതിൻ്റെ പീൻ എന്ന് പറഞ്ഞാൽ കുറേ നീളത്തിൽ ടാപ്പർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് സ്ട്രെയിറ്റ് ടു ദി ഹാൻഡിൽ വെർട്ടിക്കലി. അതിൻ്റെ ഹാൻഡിലിന് സ്ട്രെയിറ്റും ആയിരിക്കും.
ദ ടിപ്പ് ഓഫ് ദി പെയിൻ ഈസ് ബ്ലെൻഡഡ്. ടിപ്പ് ചെറുതായിട്ട് വളഞ്ഞിരിക്കും. റിവറ്റിംഗ് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ജമ്പ് ദ റിവറ്റിംഗ് ഷാങ്ക്സ് ആൻഡ് ഫിനിഷ് ദ റിവറ്റ് ഹെഡ്. ആ റിവറ്റ് ഹെഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്രത്യേക ആവശ്യങ്ങൾക്കാണ് റിവറ്റ് ഹാമർ ഉപയോഗിക്കുന്നത്. സ്ട്രെച്ചിങ് ഹാമർ ചിത്രം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും സ്ട്രെച്ചിങ് ഹാമറിൻ്റെ യൂസ് എന്താണ്. നമുക്ക് ഒരു പീസ് വീണ്ടും വീണ്ടും നമ്മൾ രൂപമാക്കി നീളം കൂട്ടാനും അതേമാതിരി ചെറിയ ഹാഫ് റൗണ്ട് പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇറ്റ്സ് ഷേപ്പ് ഈസ് ലൈക്ക് എ ക്രീസിങ് ഹാമർ ബട്ട് ദ പെയിൻ ഈസ് ലൈക്ക് എ ബ്ലെൻഡഡ്. പെയിൻ എന്താണ് ചെറുതായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്ട്രെച്ച് ദ ഷീറ്റ്സ്, ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഷീറ്റ്. ഷീറ്റിന് നീളം കൂട്ടാൻ വേണ്ടി ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ റേസിംഗ് ഓപ്പറേഷൻ. ഇത് റേസിംഗ് ഓപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഹോളോയിങ് ഹാമർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ചെറിയ ഹോൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ബോത്ത് എൻഡ്സ് ആർ ഷേപ്പ്ഡ് ലൈക്ക് എ ബാൾ ആൻഡ് വെൽ പോളിഷ്ഡ്. ഇത് രണ്ട് എൻഡിൽ നിന്നാണ് ഒരു ബാൾ പോലുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഹോളോയിങ് ഓപ്പറേഷൻസ് ഓൺ ഷീറ്റ് മെറ്റൽ ആൻഡ് ടു റിമൂവ് ഡെൻസ് ഫ്രം ദ ഹോളോഡ് ആർട്ടിക്കിൾസ്. ഇത് ചെറിയ ഹോളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ആ ഹോളിലുള്ള പീസ് റിമൂവ് ചെയ്യാനും പറ്റും. ദിസ് ഹാമർ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ പാനൽ ബീറ്റിംഗ് വർക്ക്. നമ്മൾ ഇലക്ട്രിക്കൽ പാനലൊക്കെ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ബുള്ളറ്റ് ഹാമർ. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഔട്ടർ സൈഡിൽ കർവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇറ്റ്സ് പെയിൻസ് ലുക്ക് ലൈക്ക് എ ഹോളോയിങ് ഹാമർ. ഇതിൻ്റെ രൂപം ഏകദേശം ഹോളോയിങ് ഹാമറിൻ്റെ അതേ രൂപത്തിലാണ്. ബട്ട് ദ ബോഡി ഈസ് ലോങ്ങർ ദാൻ ദ ഹോളോയിങ് ഹാമർ ആൻഡ് സ്ലൈറ്റ്ലി ബെൻഡ്. ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ കുറച്ച് നീളം കൂടുതലായിരിക്കും, അതുപോലെ ചെറുതായിട്ട് ബെൻഡ് ഉണ്ടായിരിക്കും. ദ പീൻ എൻസ് വെൽ പോളിഷ്ഡ് ആൻഡ് സൂട്ടബിൾ ഫോർ വർക്ക് ഡീപ്പ് പോർഷൻ. ഇതിൻ്റെ പീൻ എന്ന് പറഞ്ഞാൽ നല്ല പോളിഷ് ചെയ്തിരിക്കും, പല ആഴത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡീപ്പ് ഹോളോയിങ് വേർ ഹോളോയിങ് ഹാമർ കനോട്ട് ബി യൂസ്ഡ്. സാധാ ഹോളോയിങ് ഹാമർ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് ബുള്ളറ്റ് ഹാമർ. പ്ലേനിഷിങ് ഹാമർ പേര് സൂചിപ്പിക്കുന്നത് നമ്മൾ അടിച്ച് ഷീറ്റൊക്കെ പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലേനിഷിങ് ഹാമർ. ഇറ്റ്സ് വൺ ഫേസ് ഈസ് സ്ക്വയർ ആൻഡ് ദി അതർ ഷേപ്പ് ഈസ് റൗണ്ട്. ഒരു ഭാഗം സ്ക്വയറും ഒരു ഭാഗം റൗണ്ടും ആയിരിക്കും. ദ ഹാമർ ഈസ് ഹെവി ഇൻ വെയിറ്റ്. ഹാമറിന് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗീവ് സ്മൂത്ത് സർഫസ് ഓൺ ദ ജോബ്സ് വിച്ച് ആർ ഹോളോഡ് ആൻഡ് റേസ്ഡ്. അങ്ങനെ ഹോൾഡ് ചെയ്ത സർഫസിന് എന്താണ് അതിന് ഫിനിഷിംഗ് കൂട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആൻഡ് ടു പ്ലെയിനിഷ് ദ സർഫസ് ഓഫ് ദ പ്ലെയിൻ ഷീറ്റ്സ്. അതുപോലെ പ്ലെയിൻ ഷീറ്റ് സർഫസൊക്കെ അടിച്ച് ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത പീനി ഹാമർ. ചെറിയ ഹോൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പീനി ഹാമർ. ഇറ്റ്സ് ഫേസ് ഈസ് റൗണ്ട് ആൻഡ് സ്ലൈറ്റ്ലി കോൺവെക്സ്. ഇതിൻ്റെ ഫേസ് റൗണ്ടാണ്, ചെറിയ കോൺവെക്സിറ്റി ഉണ്ട്. ആൻഡ് പീൻ ഈസ് ലെസ് ലൈക്ക് എ സ്ട്രെച്ചിങ് ഹാമർ പോലെയാണ്. ദിസ് ഹാമർ ഈസ് യൂസ്ഡ് ടു പീൻ പോളിഷ് ഇംപ്രഷൻസ് ഓൺ ദ സ്പിൻഡ്. ഇത് ചെറിയ ഇംപ്രഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. സ്പിൻഡ് അലുമിനിയം ജോബിലൊക്കെ ചെറിയ മാർക്ക് കൊടുക്കാൻ പറ്റും. ഹോളോഡ് കോപ്പർ ബ്രാസ് ഹൗസ് ഹോൾഡ് വെസൽസ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ചെറിയ ചെറിയ ഇൻഡൻറ്റേഷൻ ഉണ്ടാവും. ആ ഇൻഡൻറ്റേഷൻ കൊടുക്കാനൊക്കെ നമ്മളിത് പീനി ഹാമർ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. ദ ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദ ടൈപ്പ് ഓഫ് പീൻ ആൻഡ് ദി വെയിറ്റ് ഓഫ് ഹാമർ. ഷീറ്റ് മെറ്റൽ ഹാമർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈസ് ഏതാണ്, അതുപോലെ ടൈപ്പ് ഓഫ് പീൻ പീൻ്റെ ടൈപ്പ് ഏതാണെന്ന് അനുസരിച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്തിരിക്കും. എക്സാമ്പിൾ 1 LP പ്ലേനിഷിംഗ് ഹാമർ. ഇനി സേഫ്റ്റി പ്രിക്കോഷൻസ്. എന്താണ് ഇതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് നോക്കാം. ഹാമറിൻ്റെ ആൾവേസ് ഹാൻഡിൽ ആൻഡ് ഫേസ് ഓഫ് ദ ഹാമർ ഷുഡ് ബി ഫ്രീ ഫ്രം ഓയിൽ ഓർ ഗ്രീസ്. അതിൻ്റെ ഹാമറിൻ്റെ ഫേസ് എന്താണ്, ഓയിലും ഗ്രീസൊക്കെ വരാതെ നോക്കണം. ഫേസ് ഓഫ് ദ ഹാമർ ഷുഡ് ബി ഫ്രീ ഫ്രം സ്ക്രാച്ചസ്, ഡെൻറ്റ്, സ്ലിപ്റ്റ്, ബർസ്, സ്ലിപ്സ് ഒക്കെ ഉണ്ടാകും. ഇതിൻ്റെ ഹാമറിൻ്റെ പുറത്തൊക്കെ പൊടിയോ അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വരാതെ നോക്കുക. ദ ഹാൻഡിൽ ഷുഡ് ബി സെക്യൂർലി ഫിറ്റഡ് ടു ദി ഹെഡ്. ദ വെഡ്ജ് ഷുഡ് ബി ടൈറ്റ്. ഹാൻഡിൽ ശരിക്കും ഫിറ്റ് ചെയ്തിരിക്കണം, അതിൻ്റെ വെഡ്ജ് ടൈറ്റ് ആയിരിക്കണം. ഹാമേഴ്സ് ഫിറ്റഡ് വിത്ത് ബ്രോക്കൺ, ക്രാക്ക്ഡ്, സ്പ്ലിൻറ്റഡ് ഹാൻഡിൽസ് ഷുഡ് ബി യൂസ്ഡ്. റീപ്ലേസ് ഹാൻഡിൽസ് ഇമ്മീഡിയറ്റ്ലി. പൊട്ടിയ പിടികളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഹെഡ്സ് ഫ്ലൈയിങ് ഫ്രം പുവർലി ഫിറ്റഡ് ഓർ ബ്രോക്കൺ ഹാൻഡിൽ ക്യാൻ കോസ് സീരിയസ് ഇഞ്ചുറീസ്. അഥവാ നമ്മൾ അടിക്കുമ്പോഴൊക്കെ ഹാൻഡിൽ നിന്ന് ഹാമർ വിട്ടുപോയാൽ വലിയ അപകടങ്ങൾക്ക് ഇടയാകും. ആൾവേസ് യൂസ് പീസ് ഓഫ് സോഫ്റ്റ് മെറ്റൽ ബിറ്റ്വീൻ ഹാമേഴ്സ് ആൻഡ് ഹാർഡ് ഷീറ്റ്. ഹാർഡ് ഷീറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ അതിനിടയ്ക്ക് സോഫ്റ്റ് മെറ്റൽ വെച്ചിട്ട് മാത്രം അടിക്കുക. നെവർ
hit two hammer faces together because the faces will be split and chips would be dangerously. ഒരിക്കലും രണ്ട് ഹാമറിൻ്റെ ഫേസ് തമ്മിൽ ഇടിക്കരുത്, അത് പൊട്ടിപ്പോകാൻ കാരണമാവും. സെലക്ട് ദ റൈറ്റ് ഹാമർ ഫോർ പെർട്ടിക്കുലർ ജോബ്. നമ്മൾ ആ ഓരോ ഹാമറിന് കറക്റ്റായിട്ടുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഏത് ഹാമറാണ് വേണ്ടത് ആ ഹാമർ മാത്രം ഉപയോഗിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബീം കോമ്പസ്, ട്രാമൽ, മാലറ്റ്സ്, ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് ഇതിനെക്കുറിച്ചാണ്. ക്ലാസ് ദിവസം അവസാനിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ്.